നമസ്കാരം. തൊടിയിലെ ചെടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ബബ്ലൂസ് നാരങ്ങയാണ്, അല്ലെങ്കിൽ കമ്പിളി നാരകം എന്നും മലയാളത്തിൽ ഇതിനെ പറയുന്നു. റൂട്ടേസിയ കുടുംബത്തിൽപ്പെടുന്ന ബബ്ലൂസ് നാരങ്ങയുടെ ശാസ്ത്രീയ നാമം സിട്രസ് ഗ്രാൻഡിസ് എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ മധുരാമ്ലഫലം, മധുരഫലം എന്നെല്ലാമാണ് വിശേഷിപ്പിക്കുന്നത്. മലയൻ ദ്വീപസമൂഹത്തിലെ ബട്ടാവയിൽ നിന്നും ഇന്ത്യയിലെത്തിയ ഒരു വലിയ ഫലവൃക്ഷമാണിത്. ഇന്ന് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഇത് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. ഇതിൻ്റെ മരപ്പട്ട കറുപ്പ് കലർന്ന പച്ച നിറത്തിലുള്ളതാണ്. പ്രായമായ മരത്തിലാണെങ്കിൽ അതിൽ വെളുത്ത അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വടുകപ്പുളി നാരകത്തിനേക്കാൾ വലിയ ഇലകളും പൂവും കായയുമാണ് ബബ്ലൂസ് നാരങ്ങയുടേത്. കടും പച്ചനിറത്തിലുള്ള ഇലകൾ ഒന്നിടവിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇലഞ്ഞെട്ടിന് ചിറകുണ്ട് എന്നുള്ളത് ഇതിൻ്റെ സവിശേഷതയാണ്. ഇലയുടെ താഴ്ഭാഗത്ത് ഇളം പച്ച നിറമാണ്. കട്ടി കൂടിയ ഇലകൾക്ക് ഏകദേശം 10 സെൻറ്റിമീറ്ററോളം നീളം വരും. ഇലകളുടെ അഗ്രഭാഗം രണ്ടായി പിളർന്നതാണ്. ഇളം പച്ച നിറത്തിലുള്ള ഇതിൻ്റെ വലിയ ഫലം പഴുക്കുമ്പോൾ ഉപരിതലം ഇളം മഞ്ഞ നിറമായി മാറും. ഇതിൻ്റെ അഗ്രഭാഗങ്ങൾ രണ്ടും പരന്നതാണ്. വടുകപ്പുളി നാരകത്തിനേക്കാൾ കട്ടി കൂടിയതാണ് ബബ്ലൂസ് നാരങ്ങയുടെ പുറംതൊലി. ഇതിനകത്തുള്ള പഴക്കാമ്പ് സ്പോഞ്ച് പോലെയാണ്. അത് ചുവപ്പ് നിറത്തിലോ ഇളം ചുവപ്പ് കലർന്ന വെള്ള നിറത്തിലോ കാണപ്പെടുന്നു. ഇതിൻ്റെ അല്ലികൾ വലുതും പ്രത്യേകം വെളുത്ത പോളയാൽ വേർതിരിക്കപ്പെട്ടതുമാണ്. ഇതിൻ്റെ സ്വാദ് പുളി കലർന്ന മധുരമാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇത് സാധാരണയായി പൂക്കുന്നത്. ഏകദേശം സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഫലം നല്ലോണം പഴുത്ത് പാകമാകും. ഷുഗറും സിട്രിസിക് ആസിഡുമാണ് ഇതിലെ പ്രധാന രാസഘടകങ്ങൾ. ഇതിന് ശീതവീര്യമാണ്, മധുരമാണ് രസം. ഇതിൻ്റെ പഴത്തൊലി സുഗന്ധമുള്ളതും ധാരാളം തൈലം തരുന്നതുമാകുന്നു. ഇതിന് അമ്ല ഗുണമാണുള്ളത്. ഭക്ഷ്യയോഗ്യമായ ഇതിൻ്റെ ഫലത്തിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിശദീകരിക്കുന്നതാണ്. ഈ കമ്പിളി നാരകത്തിൻ്റെ വെറൈറ്റിയിൽ തന്നെയാണെങ്കിൽ ഇതിൽ മധുരമുണ്ട്, കുറച്ച് ലേശം പുളിയും ചേർന്നതാണ്. ഇത് വേനൽക്കാലത്ത് ദാഹമില്ലാണ്ടേക്കാനും ഈ ക്ഷീണം മാറാനും നല്ലതാണ്. ഇതിൻ്റെ ഒരു പ്രയോഗം, ഇതിൻ്റെ ഇല ഇടിച്ച് കഴിഞ്ഞ നീര് ഈ ചെറിയ കുട്ടികൾക്ക് ഈ വിടക്ക് വരിക എന്ന് പറയും. അതായത് കുട്ടികൾ ഞെട്ടി ഇടിക്കുന്ന ഒരു കണ്ടീഷൻ, അതിന് വിടക്കുണ്ടാവുക എന്ന് പറയും. ആ കണ്ടീഷനിൽ ഇതിൻ്റെ എല്ലാം ഇടിച്ച് കഴിഞ്ഞ നീരെടുത്ത് ഈ കക്ഷത്തും അതുപോലെ ഈ കവിളത്തും കഴുത്തിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ അത് അപ്പം നിൽക്കും. പിന്നെ ഇത് നല്ല രുചി ഉണ്ടാക്കുന്ന സാധനം. ഈ വിശപ്പ് രുചി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ നീരെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ വിശപ്പും ഉണ്ടാകും, രുചി ഉണ്ടാകും. ഇത് അച്ചാർ ഉണ്ടാക്കാനും ഉപയോഗിക്കും. ഇതിന് കിച്ചടി ഉണ്ടാക്കാം. ഇതുകൊണ്ട് ആ കിച്ചടിക്ക് നല്ല സ്വാദാണ്. ഈ രുചി ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ കിച്ചടി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ആഹാരം കഴിക്കും.